കോഴിക്കോട് മാവൂർ റോഡിൽ കുത്തേറ്റ യുവാവ് മരിച്ചു. എടവണ്ണ സ്വദേശി ആദിലാണ് മരിച്ചത്. ബാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെയായിരുന്നു കത്തിക്കുത്ത്. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? പ്രതികളാരാണ്? പൂജ, കോഴിക്കോട് നഗരമധ്യത്തിലാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. മാവൂർ റോഡിൽ KSRTC ടെർമിനലിൻ്റെ തൊട്ടരികിലായി തന്നെയുള്ള ബാറാണ്, അതായത് പ്രധാനപ്പെട്ട വഴിയാണ്. അതിനരികിലുള്ള ബാർ, യാഷ് ബാറിന് തൊട്ട് മുൻപിൽ ഇവിടെയായാണ് ഇങ്ങനെ കത്തിക്കുത്ത് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലപ്പെട്ടത് നടുവട്ടം, കോഴിക്കോട് നടുവട്ടം സ്വദേശിയാണ്. ഇവിടെ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്രയും ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിരുന്നത്. മദ്യപിച്ച് അതിനുശേഷം പിന്നാലെ ഉണ്ടായ വാക്കുതർക്കമെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചു വരികയാണ്. അല്പസമയം മുൻപാണ് ഇങ്ങനെ ഒരു കൃത്യം നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം എന്ന് ആണ് ഈ സ്ഥലത്തെ പറയാൻ കഴിയുക. എപ്പോഴും തിരക്കേറിയ സ്ഥലമാണ്. ബസ്സുകളൊക്കെ പോകുന്ന വഴി അങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ആളുകളുള്ള ഒരു സ്ഥലമാണ്. അതിന് തൊട്ടരികിലായാണ് ഇങ്ങനെ ഈ ബാർ ഉള്ളത്. അവിടെ അതിന് ശേഷം ഉണ്ടായ വാക്കുതർക്കം ഏതായാലും ഇങ്ങനെ ഒരു കൃത്യത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. ഈ ബാറിലുള്ള ഇവിടെ നിന്നുള്ള ജീവനക്കാർ ചേർന്നാണ് ഈ യുവാവിനെ, 38 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ട ആദിൽ, സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ ഏതായാലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പോലീസ് നടത്തി വരികയാണ്. നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്ത് ആയുധം ഉപയോഗിച്ചാണ്, എത്രത്തോളം വലിയ ആയുധമാണ് എന്നടക്കമുള്ള പരിശോധനകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വാക്കുതർക്കം ഉണ്ടായാൽ തന്നെയും കൈവശത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി ഉണ്ടായി, അതോ മുഴുവൻ സമയം ഇങ്ങനെ ആയുധം കൊണ്ട് നടക്കുന്ന ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഊർജിതമായി തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ടായ ഒരു കൊലപാതകത്തിൽ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുക തന്നെയാണ് ഈ നാട്ടുകാർ ഓരോരുത്തരും ചെയ്യുന്നത്. ഏതായാലും സ്ഥലം MLA അടക്കം ഇവിടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നഗരമധ്യത്തിലാണ്, നമ്മളതാണ് പറഞ്ഞത്, എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചായി പോലീസ് പറയുന്നുണ്ടോ? പോലീസിന് ഒരു ധാരണ ഉണ്ട്, പക്ഷെ അവരതിനെക്കുറിച്ചൊന്നും പുറത്തു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയിരുന്നു. അതെ 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 ഇതിൻ്റെ ഏറ്റവും ഈ ഒരു നമ്മുടെ ഹാർട്ട് ഓഫ് നമ്മുടെ സിറ്റിയിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറുമായിട്ട് കണ്ടു, കമ്മീഷണറുമായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ അവരതിനകത്ത് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാറിനകത്ത് വെച്ച് തന്നെ ഉണ്ടായ തർക്കമാണ്, അതോ പുറത്തിറങ്ങിയതിന് ശേഷം? ഇതിനകത്ത് ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് എന്തോ അവർ തമ്മിൽ ഉണ്ടായതെന്നാണ്. നമ്മൾ ഇറ്റ്സ് ടു ഏർലി ടു സേ. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. കാരണം കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പം ഞാൻ പിന്നെ അത് സാറേ, ഈ കൃത്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറയാറായിട്ടില്ല. പ്രതികളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നതേ ഉള്ളൂ. വാക്കുതർക്കമാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എല്ലാം കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു ആദിർ റോഷനാണെന്ന് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാറായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥൻ, ടൗൺ ACP ആണ് പ്രതികരിക്കുന്നത്. പ്രതിയെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ, സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് എന്തായാലും നമുക്ക് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി, രാഹുൽ KV ആണ് ആ സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.